ഹലോ, വെൽക്കം ടു മീ ആൻഡ് മൈ ലിയോ. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ തമ്പനയിൽ പറഞ്ഞ പോലെ നമ്മുടെ പൂച്ചകളുടെ വീക്ക്നെസ് അറിഞ്ഞിട്ട് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി അവരോട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് നാടൻ പൂച്ചകൾക്കായാലും പേർഷ്യൻ പൂച്ചകൾക്കായാലും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ നെർവ് എൻഡിങ്സ് ഭൂരിഭാഗവും ഉള്ളത് അവരുടെ ടെയിലെൻഡിലാണ്. അപ്പൊ ടെയിലെൻഡിൽ നന്നായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെയും ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ടെയിലെൻഡിൽ ഇങ്ങനെ നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ അവർ ആ ഒരു നമുക്കിപ്പോൾ ഞാൻ എൻ്റെ പൂച്ചയിൽ കാണിക്കുന്നത് പോലെ തന്നെ ആ ഒരു ടെയിലെൻഡിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് ആ ഒരു എന്താ പറയുക ഒരു തരം സുഖം കിട്ടുകയും അവർ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായി കാണപ്പെടുകയും ചെയ്യും. അടുത്തതാണ് അവരുടെ ആ ഒരു ചീക്സിന്റെ അവിടെ ആ ഒരു ചീക്സിന് താഴെയായിട്ട് കഴുത്തിന്റെ കുറച്ച് മേലെയായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ചെയ്യുന്നത്. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. അപ്പൊ എൻ്റെ പൂച്ച കണ്ട കണ്ണടയ്ക്കാനുണ്ട അതുപോലെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തേതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക. അത് വെറ്റ് ഫുഡ് ഒരു നേരമെങ്കിലും വെറ്റ് ഫുഡ് കൊടുക്കുക. ബാക്കി 2 നേരം ഡ്രൈ ഫുഡ് കൊടുത്താലും കുഴപ്പമില്ല. വിസ്കസിന്റെ ഫുഡൊക്കെ മെയിനിൽ കൊടുക്കാനായിട്ട് നോക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം പൂച്ചകളെ എസ്പെഷ്യലി പേർഷ്യൻ ക്യാറ്റ്സ് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ മാക്സിമം തലോടാനാക്കുക, നല്ല ഫുഡ് കൊടുക്കുക. അപ്പൊ ഇതാണ് 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.